നമസ്കാരം കേരള. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ സാഹചര്യത്തിൽ നിരവധി ദുരിതാശ്വാസ കേന്ദ്രങ്ങളാണ് വയനാട്ടിൽ നിരവധി ഇടങ്ങളിലായി ആരംഭിച്ചിട്ടുള്ളത്. മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സജ്ജീകരിച്ചിട്ടുള്ള ദുരിതാശ്വാസ ക്യാമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സർ, നിലവിൽ ഇവിടെ എത്ര കുടുംബങ്ങളാണുള്ളത്, എത്ര അംഗങ്ങളാണുള്ളത്? 632 പേരുണ്ട് ഇവിടെ ഈ ക്യാമ്പിൽ. അപ്പോൾ ഈ ക്യാമ്പിൽ നിന്ന് ധാരാളം ആളുകളെ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ അനുയോജ്യമായ ക്യാമ്പുകൾ മറ്റ് ക്യാമ്പുകളിലേക്ക് മാറ്റുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് ആവശ്യമായ ഭക്ഷണ സൗകര്യങ്ങളും ഏർപ്പാടാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ മതിയായ സൗകര്യങ്ങളുണ്ടോ? ഇവിടെ ഇപ്പം നിലവിലുള്ള ആളുകൾക്ക് മതി സൗകര്യങ്ങളുണ്ട്. അതേസമയത്ത് കൂടുതൽ ആളുകൾ വരുമ്പോൾ ഈ സൗകര്യം മതിയാവില്ല. പക്ഷേ അതിനുള്ള അറേഞ്ച്മെൻറ്റുകൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അവിടത്തേക്ക് അവരെ മാറ്റുകയും ചെയ്യും. ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്നാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? ചൂരൽമല ഭാഗത്താണ് കൂടുതൽ ആൾക്കാർ ഉള്ളത്. കൂടുതൽ രോഗികളുണ്ടോ? രോഗികളില്ല, കാര്യമായ രോഗികളില്ല. എന്നാലും മെഡിക്കൽ സംവിധാനം അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത് കൂടാതെ മറ്റേതൊക്കെയാണ് ഇതുപോലെ സെൻറ്ററുകൾ? മറ്റ് 7 സെൻറ്ററുകളുണ്ട്. അവിടേക്കും മതിയായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 600ഓളം പേർ ഈ ക്യാമ്പിലുണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരിക്കാം. അപ്പോൾ പല ഡോക്ടർമാരിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കൗണ്ടറിൽ എന്തൊക്കെ തരം രോഗികളാണ്, എന്തൊക്കെയാണ് അവരുടെ പ്രശ്നം? നമ്മൾ ആയുർവേദ ഫീൽഡിലുള്ള ഡോക്ടേഴ്സാണ്. ഇവിടെ കൂടുതലായിട്ടും കാലുവേദന, കൈവേദന അങ്ങനെയുള്ള വേദനകൾ, പിന്നെ പനിയും ജലദോഷം കഫക്കെട്ടായിട്ട് അങ്ങനെ വരുന്നുണ്ട്. പിന്നെ ചതവും വൂണ്ടായിട്ടുള്ള ഒത്തിരി പേര് വരുന്നുണ്ട്. അപ്പം ചതവിനൊക്കെ നമ്മളും ആയുർവേദത്തിലുള്ള മുറിവെണ്ണയൊക്കെ വെച്ചിട്ടുള്ള ബാൻഡേജുകൾ ചെയ്തിട്ടാണ് അവരെ വിടുന്നുണ്ട്. പിന്നെ കുട്ടികളായിട്ടുള്ളവർക്കും ഇപ്പം ചുമലും ജലദോഷമായിട്ട് വരുന്ന ചെറിയ കുട്ടികളുമുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാനൊരു ആയുർവേദത്തിലെ സൈക്യാട്രിസ്റ്റാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് കൗൺസിലിംഗ് സെഷൻസ് അല്ലാതെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് അങ്ങനെ വരുന്ന കേസിനെ നമ്മൾ റെഫർ ചെയ്യുകയും പിന്നെ ഞാനൊരു സൈക്യാട്രിസ്റ്റ് എന്ന നിലയിൽ അവരെ മാനേജ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. വരുന്നവരിൽ ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടോ? ഉണ്ട്, നന്നായിട്ടുണ്ട്. ഇപ്പം കൂടുതലും BP നല്ല ഹൈ ആയിട്ടാണ് മിക്കവാറും എല്ലാ ആൾക്കാരിലും കാണുന്നത്. BP ടാബ്ലറ്റ് ഒന്നും കഴിക്കാത്തവർ തന്നെയാണ്, പക്ഷേ ഇപ്പോൾ അവർക്ക് BP നല്ല ഹൈ ആയിട്ടുള്ള ഇതിൽ കാണുന്നുണ്ട്. അപ്പം അത് കൂടുതലും ടെൻഷൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ്. നമുക്ക് ആയുർവേദത്തിലും ഇതിനുള്ള മെഡിസിൻസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ടാബ്ലറ്റ്സ് ആയിട്ടും കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇനിയും 2-3 ദിവസമായിട്ട് ഇപ്പോൾ ഇവർ ഉറങ്ങാത്തവരാണ്. ഉറക്കക്കുറവിൻ്റെ ഒരു കൂടുതലും ഇപ്പോൾ ഇവരിൽ കാണുന്നുണ്ട്. നിലവിലെ പ്രതിസന്ധിനെ മറികടക്കാൻ പറ്റിയ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ? ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. നമ്മുടെ ആയുർവേദത്തിൻ്റെ തന്നെ ഇപ്പം ഇവിടെ എല്ലാ കേന്ദ്ര സ്ഥലങ്ങളിലും നമ്മൾ ഓരോ സെൻറ്ററുകളായിട്ട് തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, വിഭാഗങ്ങളായിട്ട്. ഇത് മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ന് രാവിലെ ഏകദേശം ഒരു 9ഓളം മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് അങ്ങോട്ട് കടന്ന് രാവിലെ 7 മണിക്ക് ശേഷമാണ് വീടിലൂടെയും ബിൽഡിങ്ങിലൂടെയുള്ള തെരച്ചിലുകളും JCB ഒക്കെ പോയിട്ടുള്ള തെരച്ചിലുകൾ ആരംഭിച്ചിട്ടുള്ളത്. പിന്നെ ഇതുവരെ ഇപ്പം മേപ്പാടി സെൻറ്റ് ജോസഫ്സ് ഹൈസ്കൂള്, അറപ്പറ്റ ഹൈസ്കൂള്, ഇപ്പോൾ ചുണ്ടയിലേക്ക് പുതിയ ക്യാമ്പ് മാറ്റുന്നു. പിന്നെ ഇങ്ങനെയുള്ള കുറേ ക്യാമ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്യാമ്പുകൾ ഇവിടെയൊക്കെ ജനങ്ങളിപ്പോൾ തിങ്ങിക്കൂടിയിരിക്കുകയാണ്. നിലവിലെ അവസ്ഥ അനുസരിച്ച് ഇപ്പോൾ ഉള്ള മയ്യത്തുകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. എന്നാലും കഴിയുന്ന ശ്രമിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഇവിടുത്തെ ഒരു ദുരന്തം നമുക്ക് എത്രമാത്രമാണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കാരണം പിന്നീട് ഇവിടുത്തെ ജനങ്ങളുടെ സഹകരണവും ബാക്കിയുള്ളതൊക്കെയാണ് ഇതിലേറ്റവും വിജയത്തിൻ്റെ കാരണം. പിന്നെ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനിയും കുറേ ആളുകളെ കിട്ടാനുണ്ട്. നിലമ്പൂരിൽ നിന്ന് 37 ബോഡികൾ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. അത് ഇതുവരെ എത്തിയിട്ടില്ല. അതിനുശേഷമാണ് ആ കാര്യങ്ങളും അറിയുക. മന്ത്രിമാരെങ്കിലും മന്ത്രിമാർ ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി വരുമെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് വൈകുന്നേരം മുഖ്യമന്ത്രി വരുന്നുണ്ട്. പിന്നെ ഇന്നലെ കുറേ ആൾക്കാർ വന്നിരുന്നു, പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ ഇന്നലെ വന്നിരുന്നു. അപ്പോൾ അങ്ങനെ ഇവിടെ 4 മന്ത്രിമാർ ഇവിടെ ഡ്യൂട്ടിക്കുണ്ട്. ഇത് കൃത്യമായിട്ടാണോ ഏകോപനമൊക്കെ കൃത്യമായിട്ടാണ് നടക്കുന്നത്? ഏകോപനങ്ങളൊക്കെ ഉള്ളതുപോലെ കൃത്യമായി നടക്കുന്നുണ്ട്. വളരെ എല്ലാ സ്ഥലവും ഇപ്പം ഇന്ന് നേവിയുടെ 6 വണ്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ എയർഫോഴ്സ് ബാക്കിയുള്ള എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ കഴിയുന്ന അത്ര എല്ലാവരും ശ്രമിച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത്രയാണ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ക്യാമ്പുകളിൽ മതിയായ സൗകര്യങ്ങളുണ്ട്? ക്യാമ്പുകളിൽ ഇപ്പോൾ നിലവിലുള്ള മതിയായ സൗകര്യങ്ങളുണ്ട്. ഒക്കെ മാക്സിമം ശ്രമിക്കുന്നു. ഭക്ഷണം ബാക്കിയുള്ളതൊക്കെ ഒരു 5-6 ദിവസത്തേക്കുള്ളതുണ്ട്. ഇനി അതിന് ശേഷമാണ് നമുക്കറിയാം. പിന്നീട് ഇവിടെ ക്യാമ്പിലുള്ള ഓരോരുടെ അവസ്ഥ എന്ന് പറയുന്നത് അത് നമുക്ക് വർണ്ണിക്കാൻ കഴിയില്ല. കാരണം ഓരോരുത്തർ വന്ന് ഭക്ഷണം കഴിക്കാൻ എന്താണെന്ന് പറഞ്ഞിട്ട് എത്ര പറഞ്ഞാലും ഒരു പിടി പോലും വായിലേക്ക് പോകാത്തൊരു സാഹചര്യമാണുള്ളത്. അതവരുടെ എല്ലാം നഷ്ടപ്പെട്ടവരാണ്. ഒരു കുടുംബത്തിലെ 12 പേരും നഷ്ടപ്പെട്ട ആളുകൾ
ഇപ്പം പിന്നെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 3 പേരാണ് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്.